അപ്പം ഞാൻ ബ്യാലൻ ആൻഡ് ദ ബോയ് കണ്ടിരിക്കുകയാണ്. ഈ പടത്തിന്റെ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 3 കാറ്റഗറിയിലാണ്. ഒന്ന് മാഡ് മെനൻ, അതായത് സിനിമയെക്കുറിച്ച് സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ ഈ പടത്തിനെ എങ്ങനെ കാണുന്നു. പിന്നെ കോമൺ മാൻ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സാധാരണ ഓഡിയൻസിന് ഈ പടം തിയേറ്ററിൽ പോയി കണ്ട എങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഞാനൊരു പുതിയൊരു കാറ്റഗറിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഹേറ്റേഴ്സ്. ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പടത്തിനാണെങ്കിലും ഏത് ഡയറക്ടർക്കാണെങ്കിലും ഏത് നടനാണെങ്കിലും ഒരു കൂട്ടം ഹേറ്റേഴ്സ് കാണും. അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇവരെ ഇഷ്ടമല്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. അപ്പൊ മാഡ് മെനൻ, അതായത് എന്റെ ഒരു രീതിയിൽ ഈ പടം നോക്കുകയാണെങ്കിൽ ഈ പടം ഞാൻ ഒരുപാട് പ്രതീക്ഷ കൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടതാണ്. കാരണം ചിദംബരം ജാനേമൻ എന്നുള്ള സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് ചിദംബരത്തെ കുറിച്ച് അറിയില്ല. പക്ഷെ ജാനേമൻ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള പടമാണ്. ബേസിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച് കണ്ടൊരു പടമാണ്. ഭയങ്കര സർപ്രൈസിങ് മൂവിയായിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോൾ ഐ ഗോട്ട് കംപ്ലീറ്റ്ലി ബ്ലോൺ അവേ. കാരണം എന്താ പറയുക, ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ജോണറേ അല്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരാൾ എവിടെയെങ്കിലും പെട്ടിട്ട് അയാളെ രക്ഷിച്ചെടുക്കുന്നതാണല്ലോ ഈ സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മഞ്ഞുമൽ ബോയ്സ് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചിദംബരത്തിന്റെ പടമായിട്ട് കൂടെ. പക്ഷെ ഞാൻ ആ പടം തിയേറ്ററിൽ 2 പ്രാവശ്യമാണ് അടുപ്പിച്ചടുപ്പിച്ച് കണ്ടത്. ഒരാഴ്ച തന്നെ എനിക്ക് ഞാൻ 2 പ്രാവശ്യം കണ്ടു. കാരണം എന്താന്ന് പറയാം, നമ്മൾ ഒരു സർവൈവൽ ത്രില്ലറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ ഇമോഷൻസും സൈക്കോളജിക്കലി എന്നെ മൊത്തത്തിൽ മൈൻഡിന്ന് പിടിച്ച് കുലുക്കി എന്ന് തന്നെ പറയാം മഞ്ഞുമൽ ബോയ്സ്. അതുകൊണ്ട് തന്നെ ബ്യാലന്റെ ബോയ് കാണാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഭയങ്കര ചാർജ്ഡ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടു. ഞാൻ ഈ ലെവലാണ് എക്സ്പെക്ട് ചെയ്തത്. എനിക്ക് ഈ ലെവൽ കിട്ടി. അതായത് ഇതാണ് കേട്ടോ ആവറേജ്. എനിക്ക് ഈ ലെവൽ എക്സ്പെക്ട് ചെയ്ത് എനിക്ക് ഈ ലെവൽ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാനൊരു 95% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്തൊക്കെയോ കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷെ പടം അടിപൊളിയാണ്. ഇനിയൊരു കോമൺ മാൻ, സാധാരണ ഒരു ഓഡിയൻസിന് ഈ പടം ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കണ്ടാൽ വർക്കാവും. ഈ പടം ഡെഫിനറ്റ്ലി മഞ്ഞുമൽ ബോയ്സ് ഒരു വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധാരണ ഒരു ഓഡിയൻസിന് ഈ പടം തിയേറ്ററിൽ പോയി കണ്ടാൽ അവസാനം ക്ലൈമാക്സ് വരെ അവരെ പിടിച്ചിരുത്താനുള്ള സാധനം പടത്തിനകത്തുണ്ട്. അടിപൊളി പെർഫോമൻസസ് ഉണ്ട്, നല്ലൊരു കഥയുണ്ട്. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. സെക്കൻഡ് ഹാഫിൽ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലാഗ് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അബവ് ആവറേജ് അല്ലെങ്കിൽ ഒരു സൂപ്പർ പടം കാണാൻ തിയേറ്ററിൽ പോവാം. സെക്കൻഡ് ഹാഫിൽ ഒരിത്തിരി ലാഗ് ഒഴിച്ച് കഴിഞ്ഞാൽ പടം നിങ്ങൾക്ക് വർക്കാവും. ഇനി ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചിദംബരത്തിനെ ഹേറ്റ് ചെയ്യുന്ന എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്ക് ചിദംബരത്തിന് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ജാനേമനും മഞ്ഞുമൽ ബോയ്സും പുള്ളിക്ക് ഇതുവരെ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം പടം ബോറിംഗ് ആയതുകൊണ്ടല്ല കേട്ടോ. പുള്ളിനെ ആ പടം ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ് ചെയ്ത് കളഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ജാനേമനിൽ ഫസ്റ്റ് തുടങ്ങുന്ന സീനിൽ ബേസിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണല്ലോ. ആ ഡിപ്രഷൻ കണ്ട് പുള്ളിക്ക് ആ പടം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പം എല്ലാ പടത്തിനെയും ഹേറ്റ് ചെയ്യുന്ന, എല്ലാ ഡയറക്ടേഴ്സിനെയും ഹേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും. അവർക്ക് എന്തായാലും ഈ പടം വർക്കാവില്ല. അവർ ഈ പടത്തിന് ലാഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ പടം നല്ലതല്ല എന്ന് പറയും. അതാണ് ബാലനെ കുറിച്ചുള്ള എന്റെ മാഡ് മാൻ ആൻഡ് കോമൺ മാൻ ആൻഡ് ഹേറ്റർ റിവ്യൂ.